എല്ലാവരെയും ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുണ്ട്. എല്ലാവർക്കും MLA സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു വഴിയമ്പലമായിട്ട് ഐക്യ ജനാധിപത്യ കക്ഷി നോക്കിക്കാണാൻ സാധ്യമല്ല. ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചുകൊണ്ട് സുചിന്തിതമായി എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ചർച്ച തുടങ്ങിയിട്ടുള്ളൂ, ചർച്ച അവസാനിച്ചിട്ടില്ല എന്ന കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ജനവിരുദ്ധ മുന്നണി അത് അധികാരത്തിൽ എത്രയും പെട്ടെന്ന് പുറത്തു പോകണമെന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു വിധി എഴുത്തായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു വലിയ നിഷേധ തരംഗം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പോയേ പറ്റൂ എന്നാണ് കേരളം മൊത്തത്തിൽ ആഗ്രഹിക്കുന്നത്. മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചർച്ചകൾ പൂർത്തിയായിട്ടൊന്നുമില്ല. മുന്നണി സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ കക്ഷിയുടെയും കോൺഗ്രസിൻ്റെ ഒക്കെ തന്നെ ആശയാദർശങ്ങളുമായിട്ട് ഒത്തുപോകുന്ന പ്രസ്ഥാനങ്ങളുമായിട്ട് മാത്രമേ ഒരു മുന്നണി ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. പിന്നെ എല്ലാവരെയും ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുണ്ട്. എല്ലാവർക്കും MLA സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു വഴിയമ്പലമായിട്ട് ഐക്യ ജനാധിപത്യ കക്ഷി നോക്കിക്കാണാൻ സാധ്യമല്ല. ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചുകൊണ്ട് സുചിന്തിതമായി എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ചർച്ച തുടങ്ങിയിട്ടുള്ളൂ, ചർച്ച അവസാനിച്ചിട്ടില്ല എന്ന കാര്യം. പക്ഷേ എല്ലാവരെയും ഒന്നിച്ചണിനിർത്തിക്കൊണ്ട് പോവുക കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ആ അനിവാര്യത കണ്ടുകൊണ്ട് തന്നെ കോൺഗ്രസ് തീർച്ചയായിട്ടും ഉചിതമായ തീരുമാനം യഥാസമയത്തെടുക്കും. PV അൻവറിനെ എല്ലാവർക്കും അറിയാം. PV അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ഒരു അനുസരണയുള്ള ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോടു കൂടി അദ്ദേഹം പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഞാൻ എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവസര സേവകന്മാരുടെ ഒരവസാനത്തെ അഭയകേന്ദ്രമായിട്ട് ഐക്യജനാധിപത്യ കക്ഷി മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ നയം, പരിപാടി, നിലപാടുകൾ അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന കക്ഷികളുമായിട്ട് മാത്രമേ ബന്ധപ്പെട്ട് പോകാൻ നമുക്ക് പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ഒരു മറ്റൊരു പാർട്ടിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് വെട്ടിത്തുറന്ന് പറയാം. പക്ഷേ ഐക്യ ജനാധിപത്യ കക്ഷിയിലൊക്കെ തന്നെ വരുമ്പോൾ അതിനൊക്കെ തന്നെ ഒരു സംയമനം വേണം. ഒരു പാർട്ടി മര്യാദയും അച്ചടക്കമൊക്കെ ഉണ്ട്. അച്ചടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകണമെന്ന് മാത്രമാണ് ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളത്. ഇന്നലെ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടിയെ അസോസിയേറ്റ് അംഗമാക്കിയെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ UDFന് അതൊരു ഇതല്ലേ, പൊതുവിലൊരു ചർച്ചയൊന്നും നടക്കുന്നില്ല. എനിക്ക് ആ പാർട്ടിയെക്കുറിച്ച് അറിയ പോലുമില്ല. ആരാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. CK ജാനുവിനെ കുറിച്ച് അറിയാം. CK ജാനുവിന് എത്രയോ വർഷങ്ങളായിട്ട് എനിക്കറിയാം. 1984 മുതൽ ജാനുവിന് എനിക്കറിയാം. ജാനുവിനുള്ള ജനസമ്മതി എനിക്കറിയാം. ജാനുവിന് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലൊക്കെ നല്ല സ്വാധീനത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ജാനുവിൻ്റെ ഒരു പെർസെപ്ഷൻ ഉണ്ട്, കാഴ്ചപ്പാടുണ്ട്. അതിലൊന്നും സംശയമില്ല. അവശ്യ ദുർബല ജനവിഭാഗത്തിന് വേണ്ടി എന്നും പോരാട്ടിയിട്ടുള്ള ഒരു പോരാളിയാണ് ജാനു എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ല, അഭിപ്രായം അത് തേടേണ്ട സമയത്ത് തേടുമല്ലോ, അല്ലാതിരിക്കില്ലല്ലോ. അല്ലാതെ അവർക്കൊരു ഫൈനലായിട്ടുള്ള തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അൻവറിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുള്ള ആളല്ല ഞാൻ. അൻവറിൻ്റെ പിതാവിനെ എനിക്കറിയാം. അൻവറും തുടക്കത്തിൽ ഞങ്ങളുടെ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ തന്നെ മലപ്പുറം ജില്ലയിലെ നേതാവായിട്ട് വളർന്ന ആളാണ്. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അൻവർ അല്പം സംയമനം പാലിക്കണം. എവിടെയായാലും മുന്നണിയാകട്ടെ പാർട്ടിയാകട്ടെ ആ അച്ചടക്കത്തിൻ്റെ വിരുദ്ധമായിട്ട് സംസാരിക്കുക, പരസ്യ പ്രസ്താവന നടത്തുന്നത് ഗുണകരമല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അതല്ല എൻ്റെ അർത്ഥം. തലവേദനയുടെ പ്രശ്നമല്ലത്. അത് ഈ പാർട്ടിയുടെ ഈ പറഞ്ഞിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിൻ്റെ
കെട്ടുറപ്പിൻ്റെ പ്രശ്നമാണത്. ഇനി സീറ്റ് വിഭജന ചർച്ചകൾ കാര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ചർച്ചകൾ നടക്കുന്നു. സിറ്റിംഗ് എംപിമാർ മത്സരിക്കുന്നതോടെ എന്താണ് സാധ്യത? അതൊക്കെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആലോചിച്ച് ഉറപ്പിച്ച് ഉചിതമായ തീരുമാനം യഥാസമയം എടുക്കും. വടകര മുനിസിപ്പാലിറ്റിയിലെ അടിത്തട്ടിൽ പ്രവർത്തനം നടന്നില്ല, അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? വടകര ഒപ്പം തന്നെ അഴിയൂർ പഞ്ചായത്ത്, ഈ രണ്ടിടങ്ങളിൽ എന്താ സംഭവിച്ചത് പാർട്ടിക്ക്? അഴിയൂർ പഞ്ചായത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അഴിയൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കക്ഷികളിൽ ഒന്നാണ്. താങ്കൾക്ക് നന്നായിട്ട് അറിയാലോ. ആ അഴിയൂർ പഞ്ചായത്തിൽ എസ് ടി പിയുമായിട്ട് മത്സരിച്ചൊരു വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ വോട്ട് എത്രയെന്നറിയോ? 10 വോട്ട്. ഒരു വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 10 വോട്ട് മാത്രമേ കിട്ടിയെന്ന് പറയും. എവിടെ പോയി? മറ്റൊരു വാർഡിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കിട്ടിയ വോട്ട് 7. മനസ്സിലാക്കണം. അപ്പം കൃത്യമായിട്ട് എസ് ടി പിയുമായിട്ട് അവിടെ ധാരണ ഉണ്ടായിട്ടുണ്ട്. വടകര മുനിസിപ്പാലിറ്റിയിൽ BJPയുമായിട്ടാണ് ധാരണ. ഞാൻ മിനിയാന്ന് വടകരയിൽ കോൺഗ്രസിൻ്റെ റിവ്യൂ മീറ്റിങ്ങിൽ വെച്ച് വളരെ കൃത്യമായിട്ട് പരസ്യമായിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലെ കോർപ്പറേഷനിലേക്ക് ഈ കോർപ്പറേഷനിൽ BJPയും CPM തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന അന്തർധാര, വിട്ടുവീഴ്ച, അതിൻ്റെ പ്രതിഫലനം കൃത്യമായിട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രവീൺ കുമാർ അക്കവും അടിവരയിട്ടുകൊണ്ട് നടത്തിയതല്ലേ. അതിലപ്പുറം എന്താ വേണ്ടത്? ഒരു തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി ജീർണതയുടെ മുഖമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാറിയിരിക്കുന്നു. നാണക്കേടാണ്. ഇടതുപക്ഷം എന്ന പേര് അവർ വലിച്ചെറിഞ്ഞ് അവർ ഈ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖിക്കാൻ തയ്യാറാകണം. തൊഴിലാളി വർഗ പാർട്ടിയുമല്ല, സാധാരണക്കാരൻ്റെ പാർട്ടിയുമല്ല. അത് ഈ പറയുന്ന ഒരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് പാർട്ടിയായിട്ട് ആ പാർട്ടി ചുരുക്കിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ക്രോണി ക്യാപിറ്റലിസ്റ്റ് പാർട്ടിയാണ് ആ പാർട്ടി.